Good morning, my dear students. Welcome back. Today, I am going through a new topic of our 6th chapter, staffing. The topic is recruitment and sources of recruitment. Recruitment and sources of recruitment. In the previous class, we have studied about the elements of staffing. There are 3 elements. What are they? Recruitment, selection and training. So, today I am going through sources of recruitment. So, what is the meaning of recruitment? Recruitment is a process of searching prospective employees and stimulating them to apply for a particular jobs or various jobs in an organization. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ജോലികളിൽ ആവശ്യമായ തൊഴിലാളികളെ അല്ലെങ്കിൽ ജോലിയെടുക്കാൻ പ്രാപ്തരായ അർഹരായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തണം. അവരെ എങ്ങനെ കണ്ടെത്തും? വീടുകൾ തോറും സർവേ നടക്കുകയാണോ? No. Either maybe advertisement in newspaper or maybe journals, business journals or maybe other medias, ഇൻ്റർനെറ്റിലൂടെയൊക്കെ പരസ്യം കൊടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാറ്? കണ്ടെത്താറ് അല്ലേ? സോ ജോലിയെടുക്കാൻ യോഗ്യരായ അർഹരായ ഉദ്യോഗാർത്ഥികളെ, കാൻഡിഡേറ്റ് മീൻസ് ഉദ്യോഗാർത്ഥികളെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അവരെ ആ ജോലിക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? റിക്രൂട്ട്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഇറ്റ്സ് എ പോസിറ്റീവ് പ്രോസസ്. Recruitment is always a positive process. Why it is called a positive process? Because those persons who are eligible and those persons who are more qualified, അല്ലേ, ആരെല്ലാമാണോ യോഗ്യരായവർ, ആരെല്ലാമാണോ സ്കില്ലുള്ളത്, അവർക്കെല്ലാം ആ ജോലിയിലോട്ട് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. ഒരു പോസ്റ്റാണോ ഒഴിവുണ്ടെങ്കിൽ, ടാറ്റ എന്നുള്ള നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പോസ്റ്റിൽ ഒഴിവുള്ളെങ്കിൽ പോലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിലോട്ട് അപേക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് പ്രോസസ്സ് അല്ലേ? ബിക്കോസ് അപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും, എനിക്ക് ആ ജോലി കിട്ടും. അനദർ പേഴ്സൺ ദേ ആൾസോ എക്സ്പെക്റ്റഡ് ദാറ്റ് എനിക്ക് ആ ജോലി കിട്ടും അല്ലേ? അങ്ങനെ ഒരു എല്ലാവർക്കും, മെജോറിറ്റി എല്ലാവർക്കും, യോഗ്യരായ എല്ലാവർക്കും അപേക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പോസിറ്റീവ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഒരു പോസിറ്റീവ് പ്രോസസ്സായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ദെൻ സോഴ്സസ്. എങ്ങനെയെല്ലാമാണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉറവിടങ്ങൾ? ഏതെല്ലാമാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉറവിടങ്ങൾ? There are two sources. Internal sources of recruitment and external sources of recruitment. റിക്രൂട്ട്മെൻറ്റിൻ്റെ ആഭ്യന്തര ഉറവിടവും റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാഹ്യ ഉറവിടവും. വാട്ട്സ് ദ മീനിങ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്? എന്താണ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദ റിക്രൂട്ട്മെൻറ്റ് ടേക്സ് പ്ലേസ് വിതിൻ ദി ഓർഗനൈസേഷൻ. The recruitment takes place within the organization. Within the organization is called internal sources of recruitment. Okay, ഒരു സ്ഥാപനത്തിനകത്തുനിന്ന് തന്നെ ടാറ്റ എന്നുള്ള കമ്പനി ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പോസ്റ്റിലോട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ തന്നെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിക്രൂട്ട്മെൻറ്റ് ടേക്സ് പ്ലേസ് വിതിൻ ദി ഓർഗനൈസേഷൻ. വിതിൻ ദി ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനത്തിനകത്തു നിന്ന് തന്നെ നടത്തുകയാണെങ്കിൽ പുറമേ നിന്നുള്ള ആരെയും തന്നെ ഇവിടെ
അപേക്ഷ ക്ഷണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? എവിടെയാണ് ഒരു പോസ്റ്റ് ഒഴിവുള്ളത് ആ പോസ്റ്റിലോട്ട് തങ്ങളുടെ സ്ഥാപനത്തിലെ ഒരാളെ തന്നെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോ അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്? എന്തായിരിക്കും? ബാഹ്യ ഉറവിടം എന്തായിരിക്കും? ദ റിക്രൂട്ട്മെൻറ്റ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഇത് വിതിൻ്റെയായിരുന്നു, ഇൻറ്റേർണൽ വിതിൻ്റാണെങ്കിൽ മറ്റേതെന്താണ്? ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ടുഡേ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദർ ആർ 2 types ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. പ്രധാനമായും 2 തരത്തിലുള്ള ആഭ്യന്തര ഉറവിടങ്ങളാണ് ഉള്ളത്. ഒന്ന് ട്രാൻസ്ഫർ, ഫസ്റ്റ് വൺ ട്രാൻസ്ഫർ. രണ്ടാമത്തേത് പ്രൊമോഷൻ. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രാൻസ്ഫർ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ട്രാൻസ്ഫർ, അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ? ട്രാൻസ്ഫർ മീൻസ് shifting of an employee from one department to another department, or from one job to another job, or from one branch to another branch. Okay, transfer means shifting of an employee from one department to another department. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടോ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ടോ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ടോ തൊഴിലാളികളെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് എംപ്ലോയിയെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രാൻസ്ഫർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശ്രദ്ധിക്കണം. What is the meaning of transfer? Transfer means shifting of an employee from one department to another department, or from one job to another job, or from one branch to another job without changing salary, responsibility, status, position, etc. That's important. Shifting of an employee from one department to another department, or from one job to another job, or from one branch to another job without a significant change in salary, status, position, responsibility, etc. ഉത്തരവാദിത്വത്തിലോ സ്ഥാനത്തിലോ, ഓക്കെ, ഉത്തരവാദിത്വത്തിലോ സ്ഥാനത്തിലോ സാലറിയിലോ ശമ്പളത്തിലോ മാറ്റമില്ലാതെ, മറന്നില്ല ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, മാറ്റമില്ലാതെ ഉത്തരവാദിത്വത്തിലോ സ്ഥാനത്തിലോ ശമ്പളത്തിലോ മാറ്റമില്ലാതെ ഒരു തൊഴിലാളിയെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ, മാറ്റുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രാൻസ്ഫർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രാൻസ്ഫർ helps to create or helps to eliminate the shortage of employees in one branch, or it can be easily transferred, or it can be easily met. The shortage of employees easily met through transfer. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ, ഇപ്പോൾ ടാറ്റയുടെ തന്നെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ തൊഴിലാളികളുടെ ക്ഷാമമുണ്ടെങ്കിൽ, തൊഴിലാളികളുടെ കുറവുണ്ടെങ്കിൽ, എവിടെയാണോ കൂടുതൽ, ഏത് ബ്രാഞ്ചിലാണോ കൂടുതൽ തൊഴിലാളികളുണ്ടെങ്കിൽ അവരെ ഈ ട്രാൻസ്ഫറിലൂടെ മാറ്റാം. ഓക്കെ, എവിടെയാണോ കുറവുള്ളത്, അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തിലോട്ട് ആ തൊഴിലാളികളെ അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഷോർട്ടേജ് ട്രാൻസ്ഫറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ട്രാൻസ്ഫർ ഈസ് കൺസിഡേർഡ് ആസ് എ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഹൊറിസോണ്ടൽ, ഇതൊരു തിരശ്ചീനമായ മാറ്റമാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. എന്ത് മാറ്റമാണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഓക്കെ, വി ഹാവ് ട്രാൻസ്ഫർ ഒരു കമ്പനിയിൽ, ABC എന്നുള്ളൊരു കമ്പനിയിൽ ക്ലർക്കായിരുന്ന മിസ്റ്റർ എയെ, ക്ലർക്കായിരുന്നു അദ്ദേഹം. ഓക്കെ, ഇൻഫോസിസ് പോലെയുള്ള ഒരു കമ്പനിയിൽ അദ്ദേഹം എന്തായിരുന്നു? ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലർക്കായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കമ്പനിയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലോട്ട് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു?
ക്ലർക്ക് എന്ന പോസ്റ്റിലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ബ്രാഞ്ചിലും അദ്ദേഹം ക്ലർക്ക് ആയിരുന്നു, സെക്കൻഡ് ബ്രാഞ്ചിലും അദ്ദേഹം എന്ത് തന്നെയാണ്, ക്ലർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ മുംബൈയിലുള്ള നമ്മുടെ ഇൻഫോസിസിൻ്റെ കമ്പനിയിൽ നിന്നും ബാംഗ്ലൂരിലോട്ടോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ടാറ്റയുടെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ട് ഒരു വ്യക്തിയെ മാറ്റുകയാണെങ്കിൽ, ഓക്കെ, അദ്ദേഹം എ എന്ന വ്യക്തി അവിടെയും ക്ലർക്കായിരുന്നു, ഇപ്പോഴും എന്ത് തന്നെയാണ്, ക്ലർക്ക് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിന് മാറ്റമില്ല, അദ്ദേഹം ക്ലർക്ക് തന്നെയാണ്, ഇപ്പോഴും അദ്ദേഹം ഇത് തന്നെയാണ്, ക്ലർക്ക് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലും മാറ്റമില്ല. കാരണം എന്താ, അദ്ദേഹം അവിടെയും ക്ലർക്ക് തന്നെയായിരുന്നു, ഇവിടെയും അദ്ദേഹം ഏത് ജോലി തന്നെയായിരുന്നു, ക്ലർക്കിൻ്റെ ജോലി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ മാറ്റമില്ല, ഹി ഈസ് ഓൾവേസ് ക്ലർക്ക്. അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ മാറ്റമില്ല. സോ അദ്ദേഹത്തിൻ്റെ സാലറിയിലും എന്ത് സംഭവിക്കില്ല, മാറ്റമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊസിഷനിലൊന്നും മാറ്റം വരാത്തത് കൊണ്ട് ഇതൊരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റാണ്, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റാണ്. ഓക്കെ, ക്ലർക്കായിരുന്നു അദ്ദേഹം, മുംബൈയിലുള്ള ബ്രാഞ്ചിൽ അദ്ദേഹം എന്തായിരുന്നു, ക്ലർക്കായിരുന്നു, കൊച്ചിയിലുള്ള ബ്രാഞ്ചിൽ അദ്ദേഹം എന്ത് തന്നെയാണ്, ക്ലർക്ക് തന്നെയാണ്. ഓക്കെ, ഏത് കമ്പനി ആവട്ടെ, മുംബൈയിലും കൊച്ചിയിലൊക്കെ ബ്രാഞ്ചിലൊരു കമ്പനിയാണെങ്കിൽ മുംബൈയിലും അദ്ദേഹം ക്ലർക്ക് തന്നെയാണ്, കൊച്ചിയിലും അദ്ദേഹം എന്ത് തന്നെയാണ്, ആ സ്ഥാപനത്തിൻ്റെ ക്ലർക്ക് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റമില്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ മാറ്റമില്ല, അല്ലേ, അദ്ദേഹത്തിൻ്റെ സാലറിയിൽ മാറ്റം വരുന്നില്ല, റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റം വരുന്നില്ല, അതിലൊന്നും എന്ത് സംഭവിക്കുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. ഇങ്ങനെയുള്ള ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ട്രാൻസ്ഫർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സിംപ്ലി ട്രാൻസ്ഫർ മീൻസ് the shifting of an employee from one department to another department, or from one job to another job, or from one branch to another branch without a significant change in responsibility, salary, status, etc. Okay, it's a horizontal movement because there is no change in the above items. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് യാതൊരുവിധ മാറ്റവുമില്ല, അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ. അപ്പോൾ ട്രാൻസ്ഫർ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് പ്രൊമോഷൻ. പ്രൊമോഷൻ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രൊമോഷൻ? പ്രൊമോഷൻ മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം ലോവർ പൊസിഷൻ, okay, lower position to higher position, lower position നിന്ന് ഹയർ പൊസിഷനിലോട്ട്. അദ്ദേഹം ക്ലർക്കായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അക്കൗണ്ട്സ് ഓഫീസറാണ്. ഓക്കെ, അദ്ദേഹം ക്ലർക്കായിരുന്നു, അദ്ദേഹം ലോവർ പൊസിഷൻ, അദ്ദേഹം ക്ലർക്കിൻ്റെ ജോലിയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു, ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലോട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലോട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. സോ പ്രൊമോഷൻ മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. സോ ആസ് എ റിസൾട്ട് ഓഫ് പ്രൊമോഷൻ significant change take place in responsibility. ക്ലർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണോ അക്കൗണ്ട്സ് ഓഫീസർ ആകുമ്പോൾ? അല്ല. ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി, salary, status, and always position, etc. ഈ കാര്യങ്ങളെല്ലാം എന്ത് സംഭവിക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കും, അല്ലേ? അപ്പോൾ ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ, നമുക്കങ്ങനെ നോട്ട് കാൻഡിഡേറ്റ്, ഒരു എംപ്ലോയി, ഓക്കെ, ഒരു എംപ്ലോയിയെ ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലോട്ട്, ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലോട്ട് ഓക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, പ്രൊമോഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൊമോഷൻ്റെ ഫലമായിട്ട് ക്ലർക്കായിരുന്ന മിസ്റ്റർ എ ഇപ്പോൾ എന്തായി, അക്കൗണ്ട്സ് ഓഫീസറായി. ഓക്കെ, അതർവൈസ് മാർക്കറ്റിംഗ് മാനേജറായ മിസ്റ്റർ എ എന്തായി, ജനറൽ മാനേജറായി. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി, ചേഞ്ച് ഇൻ സ്റ്റാറ്റസ്, ചേഞ്ച് ഇൻ സാലറി എക്സെട്ര. ഉത്തരവാദിത്വത്തിൽ മാറ്റം സംഭവിക്കുന്നു, സ്റ്റാറ്റസിൽ മാറ്റം സംഭവിക്കുന്നു. ബിക്കോസ് ഇപ്പോൾ അദ്ദേഹം എന്താണ്, അക്കൗണ്ട്സ് ഓഫീസറാണ്. അദ്ദേഹം ആദ്യം എന്തായിരുന്നു, ക്ലർക്കായിരുന്നു, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ മാറ്റം സംഭവിച്ചു. ക്ലർക്കിൻ്റെ ഉത്തരവാദിത്വമാണോ ഒരു അക്കൗണ്ട്സ് ഓഫീസർക്ക് ഉണ്ടാവുക? നോ. സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൾസോ സാലറി, അല്ലേ? റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റം വരുമ്പോൾ തന്നെ സാലറിയിൽ എന്ത് സംഭവിക്കുന്നു, മാറ്റം സംഭവിക്കും. It's a
Is it a horizontal or vertical movement? The horizontal ആണോ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണോ? ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണോ വെർട്ടിക്കൽ? ഇറ്റ്സ് എ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്. വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. താഴ്ന്ന പൊസിഷനിൽ നിന്ന് മുകളിലത്തെ പൊസിഷനിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ലംബമായ മാറ്റമാണ്. ലംബമായ മാറ്റമാണ്. Okay, so the promotion helps to improve the motivation, satisfaction among employees. പ്രൊമോഷൻ എപ്പോഴും തൊഴിലാളികൾക്കൊരു മോട്ടിവേഷനാണ്, കൂടുതൽ ജോലിയെടുക്കാനുള്ളൊരു ത്വരയാണ്. അതുപോലെ തന്നെ അവർക്ക് സംതൃപ്തി നൽകുന്നു. ബിക്കോസ് അവരുടെ സ്റ്റാറ്റസ് മാറി അല്ലേ, അവരുടെ സാലറിയിൽ മാറ്റം സംഭവിക്കുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മാറ്റം സംഭവിക്കുന്നു. എല്ലാം നമ്മുടെ സാലറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏണിങ്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മളെ ചുറ്റി നിൽക്കുന്ന എല്ലാ കാര്യത്തിലും എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. ദാറ്റ് മീൻസ് മെയിൻലി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലൊക്കെ മാറ്റം സംഭവിക്കും. ഇതിലെല്ലാം മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് ഇറ്റ് ലീഡ്സ് ടു ഓർ ഇറ്റ് ഇംപ്രൂവ്സ് മോട്ടിവേഷൻ എമംഗ് എംപ്ലോയീസ്, ഇറ്റ് ഇംപ്രൂവ്സ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് എംപ്ലോയീസ്. തൊഴിലാളികളുടെ ഇടയിൽ മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കും. സോ ദീസ് ആർ ദ മെയിൻ ടു ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. So internal source of recruitment means recruitment takes place within the organization. There are two types, transfer and promotion. Transfer means shifting of an employee from one department to another, or one job to another, or one branch to another without a significant change in salary, responsibility, status, etc. Promotion means the shifting of an employee from lower position to higher position with a significant change in responsibility, salary, position, etc. Clear ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പഠിക്കും. ഓക്കെ, വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. താങ്ക് യു സോ മച്ച്.